പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് 2026 നടക്കാൻ പോകുന്നത് ഈ ഞായറാഴ്ച ഫെബ്രുവരി 1-ാം തീയതി പുലർച്ചെ 12:30 മുതലാണ്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് നമുക്ക് ലൈവ് കാണാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ട്രിപ്പിൾ എച്ച് ESPN എന്ന വെബ്സൈറ്റിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ട്രിപ്പിൾ എച്ചിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വമ്പൻ സർപ്രൈസുകൾ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിന് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു സർപ്രൈസുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ സാധ്യതകളാണ് പങ്കുവെക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ചാഡ് ഗാബിളിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഷോൾഡർ ഇഞ്ചുറി കാരണം ചാഡ് ഗാബിൾ അഥവാ എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ യഥാർത്ഥ ഉടമ അദ്ദേഹം മാറി നിൽക്കുകയാണ്. ചാഡ് ഗാബിളിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ചാഡ് ഗാബിൾ ട്രെയിൻ ചെയ്യുന്നതിൻ്റെയും അദ്ദേഹം വീണ്ടും റിങ്ങിലേക്ക് ഇറങ്ങുന്നതിൻ്റെ സൂചനകൾ നൽകുന്നതായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ടാകും. അപ്പോൾ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ്, അതായത് മെൻസ് റോയൽ റംബിൾ മത്സരം ചാഡ് ഗാബിളിൻ്റെ റിട്ടേണിന് പറ്റിയൊരു സിറ്റുവേഷനാണ്. ഇനി രണ്ടാമത്തേത്, നമ്മൾ എല്ലാവരും ആവേശത്തോടു കൂടി വലിയൊരു പ്രതീക്ഷയോടു കൂടി കാത്തിരിക്കുന്ന ക്രിസ് ജെറീക്കയുടെ റിട്ടേൺ ആണ്. കുറേയധികം വർഷങ്ങൾക്ക് ശേഷമുള്ള ക്രിസ് ജെറീക്കയുടെ ഒരു റിട്ടേൺ ഗ്രാൻഡ് റിട്ടേൺ ആക്കി തന്നെ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. മൂന്നാമത്തേത് ബ്രോക്ക് ലെസ്നർ ആണ്. ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു വരവ് അതൊരു സർപ്രൈസ് ആണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ള റോയൽ റംബിൾ മത്സരത്തിലേക്ക് ബ്രോക്കിനെ അനൗൺസ് ചെയ്തിട്ടില്ല. ബ്രോക്ക് ഏതൊക്കെ റെസ്ലേഴ്സിനെ എലിമിനേറ്റ് ചെയ്യും, ഇനി ബ്രോക്കിനെ ആരാണ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സർപ്രൈസ് ഫാക്ടറാണ് ബ്രോക്കിനെ സംബന്ധിച്ച് അവിടെ നമുക്ക് കാണാൻ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന ഒരു ചോദ്യം. ഇനി വുമൻസ് റോയൽ റംബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്രീ ബെല്ല എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമറുടെ ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്. നിക്കി ബെല്ലയെയും ബ്രീ ബെല്ലയെയും ടീം ആക്കിക്കൊണ്ട് സമ്മർ സ്ലാമിൽ കഴിഞ്ഞ വർഷം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് WWE നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തേക്ക് വിട്ട അൺറിയൽ എന്ന് പറയുന്ന സീസണിലൂടെ അവർ വെളിപ്പെടുത്തിയതാണ്. പക്ഷേ ബ്രീ ബെല്ലയുടെ ഒരു റിട്ടേൺ നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ വുമൻസ് റോയൽ റംബിൾ മത്സരത്തിൽ അത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മുൻ വുമൻസ് ചാമ്പ്യനായ ബിയാങ്ക ബെലേർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇഞ്ചുറി കാരണം മാറി നിൽക്കുകയാണ്. അപ്പോൾ ബിയാങ്ക ബെലേറിൻ്റെ ഒരു ഒരു വലിയ സാധ്യതയുമുണ്ട്. ബിയാങ്ക ബെലേർ വുമൻസ് റോയൽ റംബിൾ വിജയിക്കാൻ സാധ്യത ഉള്ളവരുടെ ഒരു ബെറ്റിംഗ് സൈറ്റുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു റെസ്ലർ ആണ് എന്നുള്ളതും കൂടി ഇതിനൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതാണ്. മറ്റൊരു വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റനും കഴിഞ്ഞ മാസമായിട്ട് ഇപ്പോൾ ഇഞ്ചുറി കാരണം മാറി നിൽക്കുകയാണ്. അതൊരു വലിയ ഇഞ്ചുറി ഒന്നും ആയിരുന്നില്ല. പക്ഷേ ടിഫനി സ്ട്രാറ്റനെയും വുമൻസ് റോയൽ റംബിൾ മത്സരത്തിലൂടെ ഓൺ സ്ക്രീനിലേക്ക് ആക്റ്റീവായി കൊണ്ടുവരാനാണ് നിലവിൽ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിട്ടേണുകളും ഇത്തരത്തിലുള്ള അപ്പിയറൻസുകളും നമുക്ക് ഈ റോയൽ റംബിൾ മത്സരങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇനി കുറച്ചധികം കൂട്ടുകാരുടെ മനസ്സിൽ ചോദ്യങ്ങളായിട്ട് ബാക്കി നിൽക്കുന്ന ചില റെസ്ലേഴ്സിൻ്റെ സ്റ്റാറ്റസ് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസിൻ്റെ കേസ് നമുക്കൊന്ന് നോക്കാം. സെത്ത് റോളിൻസ് ഇപ്പോൾ ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ്. സെത്ത് തിരികെ വന്നാൽ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെതിരെ തന്നെയായിരിക്കും സ്റ്റോറി എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആണ്. പക്ഷേ സെത്ത് റോയൽ റംബിളിൽ പങ്കെടുക്കില്ല. കാരണം സെത്ത് നിലവിൽ ഉള്ളത് അമേരിക്കയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ ഇന്നലെ കൊടുത്ത ESPNോടുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ സെത്ത് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് സെത്ത് ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. ഇനി കെവിൻ ഓവൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 50-50 ചാൻസ് ആണ് കെവിൻ ഓവൻസിന് ഉള്ളത്. കെവിൻ ഓവൻസിൻ്റെ ഇഞ്ചുറി മാറിയിട്ടില്ല എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു സൂചന, എനിക്ക് കിട്ടിയൊരു അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ കെവിൻ ഓവൻസ് അപ്പിയറൻസ് നടത്താൻ സാധ്യത ഇല്ലെന്നാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റ് റെസ്ലേഴ്സിൻ്റെ കാര്യം, ദ റോക്ക് സാക്ഷാൽ ഡ്വെയ്ൻ ജോൺസൻ്റെ ഒരു അപ്പിയറൻസ് പ്രതീക്ഷിക്കാമോ എന്നുള്ളത് പലർക്കും ഒരു സംശയം ഉണ്ടാകും. കാരണം സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് റോയൽ റംബിൾ നടക്കുന്നത്. അപ്പോൾ ലെജൻസിനെ ഉൾക്കൊള്ളിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ റോക്ക് അപ്പിയറൻസ് നടത്തുന്നതിനെ സംബന്ധിച്ചൊരു സൂചന ലഭിച്ചിട്ടില്ല. ഇനി വലിയൊരു സർപ്രൈസ് ഫാക്ടർ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെ സംബന്ധിച്ചാണ്. സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റെ ഒരു റിട്ടേണിന് സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു 10% സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ 10%ൽ ഒരു 100% നമുക്ക് കൊടുക്കാൻ സാധിക്കും. സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ ഈ വർഷം റിങ്ങിലേക്ക് കയറാൻ ഒരുക്കമായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റൂമേഴ്സൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്ൽമേനിയയിലൊരു മത്സരം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പോയിന്റ്, അവർക്ക് സ്റ്റോറി തുടങ്ങാൻ സാധിക്കുന്നൊരു പോയിന്റ് റോയൽ റംബിൾ മത്സരം തന്നെയായിരിക്കും. അപ്പോൾ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റെ ഒരു അപ്പിയറൻസ് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റോയൽ റംബിളിൽ പ്രതീക്ഷിക്കാവുന്നത്. നിങ്ങളുടെ ഇനി മറ്റ് റെസ്ലേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റാറ്റസ് അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.